ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള ഇതെല്ലാം കൂടി ഞാൻ മുറിച്ചിട്ടെല്ലാം മസാലപ്പൊടിയൊക്കെ ഇട്ട് അടുപ്പത്തെല്ലാം വെച്ച് റെഡിയാക്കി എല്ലാം വെന്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് വറവും കൂടി കഴിക്കാം. നല്ല മഴയായതുകൊണ്ട് ചിലപ്പോൾ കേൾക്കില്ല ഞാൻ പറയുന്നത്. അടിപൊളി മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് നമുക്കൊരു വറവും കൂടി അങ്ങോട്ട് കഴിക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലക്കറിയാണ്. മുറിച്ചിടുന്നതും ആകുന്നതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം മസാലക്കറി വെള്ളം ആക്കിയിട്ടല്ല ആക്കുന്നത്, കുറുകിയ ടൈപ്പുള്ള മസാലക്കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇറച്ചിക്കറിയെല്ലാം തോറ്റു പോകും നമ്മളെ ഈ മസാലക്കറി കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വറവിടാം. കറിവേപ്പില ഇല്ലാതെ കൊണ്ട് ഗൈസ് കറിവേപ്പില ഞാൻ ഇടുന്നില്ല. കറിവേപ്പില ഉണങ്ങിപ്പോയത് കാരണം എനിക്കിപ്പോൾ കറിയിൽ കറിവേപ്പില ഇല്ല. അതുകൊണ്ട് കറിവേപ്പില ഇല്ലാത്ത കറിയാണ്. അങ്ങനെ എൻ്റെ മസാലക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. കാറ്റും മഴയും തന്നെയാണ് ഗൈസ്, അടിപൊളി കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം.